ഹലോ. അപ്പോഴേ ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ, ഒരു 5 ദർഹംസിൻ്റെ 1 മീറ്റർ മെറ്റീരിയൽ കിട്ടുന്ന ഒരു സ്ട്രീറ്റിനെ കുറിച്ച്. അപ്പോൾ കുറേ പേര് എന്നോട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെഡ്ഷീറ്റുകളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് 3.5 ദർഹംസിന് സ്റ്റാർട്ട് ചെയ്യുന്ന ബെഡ്ഷീറ്റിൻ്റെ കളക്ഷനാട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. ബെഡ്ഷീറ്റ് ഓൾമോസ്റ്റ് എല്ലാവരും നാട്ടിൽ പോകുമ്പോൾ പർച്ചേസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഈ കാണുന്ന ബെഡ്ഷീറ്റ് 3.5 ദിർഹംസ് മാത്രം കേട്ടോ വരുന്നത് മീറ്ററിന്. നല്ല വീതിയും ഒക്കെ ഉള്ളൊരു ബെഡ്ഷീറ്റാണ്. ഞാൻ ആക്ച്വലി നാട്ടിൽ പോകുന്ന സമയത്ത് മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കങ്ങനെ നരച്ച് പോവുകയോ അങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോകുന്ന ടൈപ്പൊന്നും അല്ല. നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ. അതാണ്ട് ഇപ്പം ഈ കാണിക്കുന്നത് പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് മാത്രം മീറ്ററിന് 8 ദിർഹംസ് ആട്ടോ. അത് ഇത്തിരി കൂടുതലാണ്, എന്നാലും നല്ല മെറ്റീരിയലാണ്, നല്ല കോട്ടൺ ആണ്. ചിലർക്ക് ഈ ബെഡ്ഷീറ്റ് നല്ല കോട്ടൺ മെറ്റീരിയലൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ പുറത്ത് നല്ല റേറ്റ് ആവുന്ന സാധനമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നല്ല റേറ്റ് കുറഞ്ഞ് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ബെഡ്ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 3.5 ദിർഹംസ് മുതലാണ്. 3.5 ദിർഹംസ് 12 ദിർഹംസ് വരെയുള്ള ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു 2 മീറ്ററിൻ്റെ എന്താ പറയുക മെറ്റീരിയൽ മതി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പില്ലോ കവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം 2.5 മീറ്റർ എടുത്താൽ മതി. കാര്യം അത്രയ്ക്ക് വീതിയാണ് കേട്ടോ, നല്ല കട്ടിയും ഉണ്ട്. നമ്മളിപ്പോൾ നാട്ടിലോട്ട് പോകണമെങ്കിൽ ഒരു 3-4 ബെഡ്ഷീറ്റ് എടുത്താൽ നല്ല വെയിറ്റാണ്. അതാണ് കൂടുതൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത്. അത്രയ്ക്ക് അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ 12 ദിർഹംസിൻ്റെയാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല കട്ടിയുണ്ട്, നല്ല പ്യുവർ കോട്ടൺ കേട്ടോ. അതിശയം ഒരുപാട് കളക്ഷനുണ്ട്, ഒരുപാട് കളറുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എടുക്കണത്. പിന്നെ നമ്മൾ കുട്ടികളുടെ റൂമിൽ എടുക്കാൻ ലൈറ്റ് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. വൈറ്റ് മോസ്റ്റായിട്ട് ആരും അങ്ങനെ എടുക്കാറില്ല, കുട്ടികൾ പെട്ടെന്ന് ചവിട്ടി ചീത്തയാക്കുന്നുണ്ട്. പക്ഷേ വൈറ്റിൻ്റെ ഒരു അന്യ കളക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്കെപ്പോഴും വൈറ്റ് ബെഡ്ഷീറ്റ് ഇടാനാണ് ഇഷ്ടം. കാരണം നമുക്കപ്പം റൂം ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ടിരിക്കും. ഉണ്ട് നമ്മൾ ഡാർക്ക് കളർ ഇടുമ്പോൾ ഒത്തിരി ഇടൊന്ന് ഇരുണ്ടിരിക്കും. സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ലൈറ്റ് കളറാട്ടോ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ നല്ല കുട്ടികൾക്കുള്ള ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് മെറ്റീരിയൽസാണ്, അതായത് നമ്മുടെ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ്. ഇതെല്ലാം ലൈനിങ് ആണ് വരുന്നത്. വെറും 4 ദിർഹംസ് മുതലാട്ടോ ലൈനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. പിന്നെ ചുരിദാറിന് വെട്ടിനുള്ള നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലൊക്കെ 10 ദിർഹംസ് 15 ദിർഹംസ് ആട്ടോ. ഇങ്ങനെയുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കുറഞ്ഞതുണ്ട്, 4 ദിർഹംസൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സ്റ്റോൺ വരുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണ്, 10-20 ദിർഹംസൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഹെവി വർക്കാണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ ഉണ്ടോ, ഇത് നല്ല രസമാണ് കാണാനായിട്ട്. നമുക്കിത് ഫുള്ളായിട്ട് മേടിക്കുന്ന വേണ്ടച്ച് ഹെവി ആണെന്ന് തോന്നുന്നവർക്ക് നമുക്ക് ഉടുപ്പ് മാത്രം, ഇപ്പോൾ ഒരു ലെഹങ്കയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പാർട്ടി വെയറായിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒരു ബ്ലൗസ് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എന്നാ സ്റ്റൈലാണെന്നറിയോ. ഒരു ക്രീം കളർ പാവാടയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഇതെല്ലാം നല്ല ഹെവി സ്റ്റോൺ വർക്ക് വരുന്നതാണ്. അപ്പം പിന്നെ അക്കോബ മെറ്റീരിയലൊക്കെ 10 ദിർഹംസ് തൊട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 ദിർഹംസിൻ്റെ ഉണ്ട്, 10 ദിർഹംസിൻ്റെ ഉണ്ട്. പിന്നെ ഈ ഒരു ഷോള് അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷേ നിങ്ങളെ ഞാൻ കാണിച്ചതേ ഉള്ളൂ. കൊള്ളാവുന്നതുകൊണ്ട് നിങ്ങൾ കാണിച്ചു കേട്ടോ. ഇത് പള്ളിയിലൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. പിന്നെ ഇതൊക്കെ 20 ദിർഹംസിൻ്റെ കേട്ടോ. അത് ഇത്തിരി ഹെവിയാണ്, എന്നാലും രസമുണ്ട്. പിന്നെ കുറച്ച് നോർമൽ മെറ്റീരിയലൊക്കെ ഇപ്പം നല്ല കട്ടിയുള്ളതൊക്കെ 8 ദിർഹംസാണ് കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ച ഷോപ്പിലൊക്കെ അക്കോ മെറ്റീരിയൽ 10 ദിർഹംസാണ്. ഇവിടെ അതൊക്കെ 8 ദിർഹംസേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ എന്നാ ഭംഗിയാണെന്നറിയോ. 10 ദിർഹംസ് 8 ദിർഹംസൊക്കെ ആ ഒരു റേറ്റിലാണ് ഈ ഒരു ഏരിയയിൽ മൊത്തം വരുന്നത്. 5 ദിർഹംസിൻ്റെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മിക്കവാറും ഞാൻ വന്ന നാൾ മുതലേ ഇവിടുന്ന് മേടിക്കാറുണ്ട്. അതായത് നാട്ടിലോട്ട് പോകുമ്പോൾ ബെഡ്ഷീറ്റ് മേടിക്കാൻ ഇവിടെ വരുന്നതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് മെറ്റീരിയലൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. നല്ല രസമുള്ളതൊക്കെ ഉണ്ട്. നല്ല പാർട്ടി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന, തയ്ക്കാൻ മീൻസ് തയ്യൽ അറിയാവുന്നവർക്ക് ഇത് ലാഭമായിരിക്കും. തയ്യൽ അറിയാവുന്നവർക്ക് ഇവിടുന്ന് കുറച്ച് മെറ്റീരിയൽ എടുത്തുകൊണ്ട് പോയി നമുക്ക് സ്റ്റിച്ച് ചെയ്യാമല്ലോ. പിന്നെ ഇതൊക്കെ ഒരു പ്രിൻ്റഡ് കോട്ടണൊക്കെ വരുന്നത്, പ്രിൻ്റഡ് ടൈപ്പൊക്കെയാണ്. മീൻസ് പ്രിൻറ്റിനെ കുറിച്ചൊന്നും തുണിയെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ കാണുന്നതൊക്കെ പറയുന്നതേ ഉള്ളൂ. എനിക്ക് ആകെ അക്കോപ്പോ മെറ്റീരിയൽ അങ്ങനെ കുറച്ച് ഐറ്റംസിൻ്റെ പേര് മാത്രമേ എനിക്കറിയത്തുള്ളൂ. പിന്നെ ഇത് സാരി മെറ്റീരിയലാണ്. പക്ഷേ എന്നാ ഭംഗിയെന്നറിയാം, എന്നെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന മെറ്റീരിയൽ. റേറ്റ് നിങ്ങൾ കണ്ടോ, 4 ദിർഹംസ്. 4 ദിർഹംസ് മുതലാണ് ഈ ഒരു സാരി മെറ്റീരിയലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. ഇത് 6.5 ദിർഹംസിൻ്റെ മെറ്റീരിയലാണ്. ഇതും അടിപൊളിയാണ് കേട്ടോ. ഇതും നല്ല ഒഴുക്കൻ ടൈപ്പ് തുണിയുണ്ടല്ലോ,
ഷിഫോൺ എന്നല്ലേ പറയുന്നതിന് ആ ടൈപ്പാണ്. പിന്നെ ഇത് ഇപ്പം മൊത്തവും നമ്മൾ ബ്ലൗസും പട്ടുപാവാടയൊക്കെ തയ്ക്കുമ്പോൾ കുട്ടികൾക്ക് നമുക്കൊക്കെ സാരിയുടെ കൂടെയൊക്കെ തയ്ച്ചിടാൻ പറ്റും മെറ്റീരിയലാണ് കേട്ടോ. 8 ദിർഹംസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സംഭവം കളക്ഷനാണ്. കളറും പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. നമുക്ക് സെലക്ഷന് നല്ല പാടായിരിക്കും കേട്ടോ. ഒന്നിനൊന്നിനെ വെച്ചാണ് ഞാൻ നമ്മുടെ ഓണത്തിൻ്റെ പ്രോഗ്രാമൊക്കെ വന്നപ്പോൾ സമയത്ത് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടാട്ടോ സെലക്ട് ചെയ്തത്. ഇതൊക്കെ നല്ല ഒരു പ്രിൻറ്റഡ് കളർ കോട്ടൺ മെറ്റീരിയലാണ്, പ്യുവർ കോട്ടൺ ആണ്. നമുക്ക് ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ഇതെല്ലാം. നല്ല ഭംഗിയുള്ളതാണ്. ഇപ്പോൾ ഇത് വരുന്നത് 6.5 ദിർഹംസിനാണ് വരുന്നത്. 6.5 ദിർഹംസ്, പിന്നെ 10 ദിർഹംസ്, 15 ദിർഹംസ്, ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇതൊക്കെ. അത്യാവശ്യം കോട്ടൺ ആയതുകൊണ്ടാണ്, നല്ല പ്രിൻറ്റഡ് കോട്ടൺ ആയതുകൊണ്ട് കേട്ടോ 15 ദിർഹംസ് വരുന്നത്. അതിൻ്റെ കുറേ നല്ല നല്ല പിന്നെ പാറ്റേൺ ഞാൻ കണ്ടേ. ഇതൊക്കെ നമ്മൾ 1 മീറ്റർ വേണ്ട, ഒരു മീറ്റർ വേണ്ടല്ലോ, നമ്മൾ ഷോർട്ട് ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ചെറിയ ഉടുപ്പുകളൊക്കെ തയ്ക്കാനൊക്കെ, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തയ്ക്കാനൊക്കെ ആയിട്ട് അത്ര 1 മീറ്റർ തന്നെ തികച്ചെടുത്താൽ മതി തയ്യൽ അറിയാവുന്നവർക്ക്. നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തയ്യലാണ് കേട്ടോ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റിച്ചിങ് പഠിച്ചിരിക്കണം. എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ, എനിക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻസോ കാര്യം വരുമ്പോൾ എനിക്ക് തുണി എടുത്തിട്ട് നമുക്ക് എങ്ങും കൊണ്ടുപോയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് തന്നെ നമുക്ക് വെട്ടി നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് ഷേപ്പ് അടിക്കാനെങ്കിലും ഒന്ന് പഠിച്ചിരിക്കണം. ഒരു ചെറിയൊരു മെഷീനോടെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അന്നേരം ഇതേപോലെ ചീപ്പ് റേറ്റിനൊക്കെ തുണി മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ തയ്ച്ചിടാൻ പറ്റുമേ. പിന്നെ ഇതും അത്യാവശ്യം സ്റ്റോണും ഒരു സീക്വൻസൊക്കെ വെച്ചിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇത് 15 ദിർഹംസ് കേട്ടോ മീറ്ററിന് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതൊക്കെ എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. ഇതൊക്കെ പ്രിൻറ്റഡ് ആണ് കേട്ടോ, പ്രിൻറ്റഡ് കളർ. പിന്നെ ഷോളിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതിൻ്റെ ഒന്നും റേറ്റ് പറയാതിരിക്കുന്നത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ സാരിയാണ് അതെല്ലാം കാണിച്ചിരിക്കുന്നത്. ഇത് വരുന്നത് 5 ദിർഹംസാണ് മീറ്ററിന് വരുന്നത് കേട്ടോ. 5 ദിർഹംസ്. ഇത് ഷിഫോൺ ടൈപ്പ് തുണിയാണ്, നല്ല അടിപൊളി തുണിയുണ്ടല്ലോ നമ്മുടെ ഈ സാരി മെറ്റീരിയൽ. ഇത് 6.5 ദിർഹംസ്, 6 ദിർഹംസ് എന്തോ വരുന്നുള്ളൂ, അത്രേ വരുന്നുള്ളൂ കേട്ടോ, 6 ദിർഹംസ്. ഇതിൻ്റെ നല്ല ലാവൻഡർ കളറും പിന്നെ വേറൊരു കളറുണ്ട്, നല്ല ഭംഗിയുള്ളൊരു കളർ. എനിക്ക് രണ്ടും ഇഷ്ടമായി. അപ്പോൾ ഞാൻ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ് എടുക്കണം. അപ്പം ഞാൻ ഓൾറെഡി എടുത്തു വെച്ച മെറ്റീരിയൽ ഇതുവരെ തയ്ച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഞാൻ ബെഡ്ഷീറ്റ് മാത്രമേ ഇപ്പോൾ മേടിച്ചുള്ളൂ. അപ്പം ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ ഈ ലോങ് ഫ്രോക്കൊക്കെ തയ്ക്കത്തില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സാരിയായിട്ട് വേണേലും നമുക്കൊരു 4-5 മീറ്റർ മേടിച്ച് കഴിഞ്ഞാൽ സാരിയായിട്ട് യൂസ് ചെയ്തുകൂടെ. പിന്നെ ഇത് ചുങ്കിടി ഷോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ മൾട്ടി കളറായിട്ടുള്ള ഒരു ചുങ്കിടി ഷോൾ നോക്കി നടന്നായിരുന്നു കേട്ടോ. പക്ഷേ നല്ല റേറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ കൂടുതൽ പോയില്ല. പ്രിൻറ്റഡും ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഷോളൊക്കെ ഉണ്ട്, അതൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, എന്നാലും കൊള്ളാം. പിന്നെ ഞാൻ മേളിൽ ജസ്റ്റ് ഒന്ന് വന്ന് കയറി നോക്കിയതല്ലോ, അവിടെ കുറച്ച് ഇങ്ങനെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്നും യൂസ് ചെയ്യുന്നതല്ല, പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയാണ്, കുഴപ്പമില്ലല്ലേ. പിന്നെ ഇവിടുത്തെ ഡ്രസ്സുകൾ ഞാൻ കാണിക്കാത്തത് മൊത്തം പാകിസ്ഥാനി ടൈപ്പ് ഡ്രസ്സുകളാണ്. ചിലപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു ഷോപ്പ് വരുന്നത് അൽഗ്വയർ മാർക്കറ്റിലാണ്. അൽഗ്വയർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്ന സുബിയർ പ്ലാസ കേട്ടോ. അപ്പം നമ്മൾ ഈ റോളയിലെത്തിയിട്ട് റോള മാളിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് ഈ ഒരു സ്ട്രീറ്റ് വരുന്നത്. അവിടെ എന്നിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞൊക്കെ തരും. അപ്പം മസ്റ്റായിട്ട് വന്നു നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ച സ്ട്രീറ്റിനെക്കാട്ടിലും ഒരുപാട് കളക്ഷനും ഉണ്ട്, റേറ്റും വളരെ കുറവാണ്.